ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് നേരിട്ടിന് ഒരു ബർഗർ മേടിച്ചു കൊടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. കുറച്ച് ദിവസം മുൻപ് ഞാനും എന്റെ കസിൻ സിസ്റ്റേഴ്സും കൂടെ നേരിട്ടിനെ കൂട്ടാത്ത ഒരു ബർഗർ കഴിച്ചു. അത് അവൾ എപ്പോൾ അറിഞ്ഞോ അന്ന് തൊട്ട് വീട്ടിൽ ബർഗർ വേണമെന്ന് പറഞ്ഞിട്ട് ഡെയിലി അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് മാത്രമല്ല, ഞാൻ കൂട്ടാതെ പോയതിന് എനിക്ക് എന്റെ മേമ മേടിച്ചിരുന്നു പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ടാണ് ഗൈസ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് ഞാൻ മമ്മിയുടെ കൂടെ ഇരിക്കില്ല മേമയുടെ കൂടെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് മാറിയിരുന്നതാണ് കേട്ടോ ആള്. വേറെ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ ബർഗർ മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ടെന്നായിരുന്നു കേട്ടോ ആള് പറഞ്ഞത്. എന്റെ കൂടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നും വേണമെന്ന് പറഞ്ഞിട്ട് നേരിട്ട് അങ്ങനെ വാശി പിടിക്കാറില്ല കേട്ടോ. എന്നാൽ മേമ കൂടിയുണ്ടെന്നായി കഴിഞ്ഞാൽ പിന്നെ ആളുടെ ക്യാരക്ടർ തന്നെ ചേഞ്ച് ആയി പോകും ഗൈസ്. ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഈ മേമമാരും മാമ്മമാരും ഈ പിള്ളേരെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കുന്നതെന്ന്. ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾ ആരെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ആൾക്ക് ബർഗർ കിട്ടി കഴിഞ്ഞപ്പോൾ ബർഗർ കിട്ടിയെന്നുള്ള സന്തോഷത്തിനേക്കാളും ഞാനും ബർഗർ കഴിച്ചല്ലോ അങ്ങനത്തെ ഒരു റിയാക്ഷൻ ആയിരുന്നു ആൾക്ക്. എന്നെ നോക്കി ഒരു പ്രത്യേക എക്സ്പ്രഷൻ കിട്ടിയിട്ടായിരുന്നു ആൾ കഴിച്ചുകൊണ്ടിരുന്നത്. ആള് കഴിക്കുന്ന ഗ്യാപ്പിൽ എനിക്കൊരു ഷേക്കും അനിയത്തിക്കൊരു ജ്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ കഴിച്ചു പാതിയായിട്ടും ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം ഇനിയും എത്താത്തതിന്റെ വെയിറ്റിംഗിലായിരുന്നു. നമ്മൾ കാത്തിരുന്ന് ലാസ്റ്റ് എന്തായാലും നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ. അനിയത്തിക്ക് ഒരു അനാർ ജ്യൂസും എനിക്കൊരു സ്പാനിഷ് ഡിലേറ്റും ഉണ്ടോ പറഞ്ഞത്. നമ്മുടെ ഓർഡർ അങ്ങ് എത്തിക്കഴിഞ്ഞതും നേരിട്ടിന് മേമയോട് വല്ലാത്തൊരു സ്നേഹം കൂടുതൽ. അത് എന്തിനുള്ളതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവണം. അത് മനസ്സിലാവാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിനു വേണ്ടി തന്നെയായിരുന്നു ഗൈസ്. ജ്യൂസും ഷേക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ നേരിട്ടിന് പിന്നെ ബർഗർ വേണ്ട. മേമയുടെ ജ്യൂസ് മേടിച്ച് കുടിക്കുന്നുണ്ടപ്പോൾ ഞാൻ എന്റെ ഷേക്ക് സേഫ് ആയെന്ന് വിചാരിച്ചു കേട്ടോ. എന്നാൽ അത് വെറും വിചാരം മാത്രമായിരുന്നു ഗൈസ്. അവളുടെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞതും നേരെ എന്റെ ഷേക്ക് കൂടെ തട്ടിപ്പറിച്ചെടുത്തു ഗൈസ് ദേവള്. അങ്ങനെ എന്റെ ഷേക്കും പോയി ഗൈസ്. തട്ടിപ്പറിച്ചെടുത്തു എന്ന് മാത്രമല്ല ഗൈസ്, എന്നിട്ട് മമ്മി സങ്കടപ്പെടണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കഴിച്ചു മതിയായി ആ ബർഗറും എടുത്ത് എനിക്ക് തന്നു. എത്ര സ്നേഹമുള്ള മോളാണല്ലേ ഗൈസ് എന്റെ. ഇത്രയ്ക്ക് സ്നേഹ കൂടുതലുള്ള മക്കൾ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ എന്തായാലും അത് വേസ്റ്റ് ചെയ്തൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് ഷെയർ ചെയ്ത് കഴിച്ചു. എന്നാലും ഗൈസ് ദേ ഇവളുണ്ടല്ലോ, ഇവൾ ഒന്നൊന്നൊരു സംഭവമാണ് ഗൈസ്. നിങ്ങളുടെ ആരുടെയും വീട്ടിലുണ്ടോ ഗൈസ് ദേ ഇങ്ങനത്തെ ഒരു ഐറ്റം? ലാസ്റ്റ് ഞങ്ങളുടെ രണ്ടുപേരും ഷേക്കും ജ്യൂസും തട്ടിപ്പറിച്ചിരുന്ന് ഒറ്റയ്ക്ക് കഴിക്കായിരുന്നു ഈ കുടുംബത്തിൽ. എന്നാ പോട്ടെ, കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല, ചുമ്മാ കളിച്ചോണ്ടിരിക്കുന്നു അതിൽ. എന്നാൽ എല്ലാം കഴിഞ്ഞ് ഇതിന്റെ ലാസ്റ്റ് ആയിരുന്നു ഗൈസ് ഇതിന്റെ എൻഡ് ട്വിസ്റ്റ്. ലാസ്റ്റ് ഓരോന്ന് പറഞ്ഞ ഓരോ കള്ള അടവുണ്ടാക്കി അതും പാതി വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടോ. പിന്നെ ഇപ്പൊ ഇതേ അനിയത്തെ വീണ്ടും സോപ്പിട്ട് വേറെ എന്തൊക്കെയോ കൂടെ മേടിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.